പാരീസ് ഒളിമ്പിക്സിന് ഈ മാസം അവസാനത്തോടെ തിരശ്ശീല ഉയരുകയാണ്. ഇതിനകം വിവിധ കായിക ഇനങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നത് 83 അത്ലറ്റുകളാണ്. പക്ഷേ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ചിലരെ പാരീസിൽ ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചേക്കില്ല. പരിക്കുകളും യോഗ്യത നേടാൻ സാധിക്കാതെ പോയതുമെല്ലാമാണ് അവർക്ക് ഗെയിംസ് നഷ്ടമാക്കിയത്. ഒളിമ്പിക്സിൽ ഇത്തവണ ഇന്ത്യ മിസ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആൾ ബജ്രംഗ് പൂനിയാണ്. ഗുസ്തിയിലെ സൂപ്പർ താരവും മുൻ ഒളിമ്പിക് മെഡൽ ജേതാവുമായ ബജ്രംഗ് പൂനിയയെ ഗോദയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ദേശീയ ട്രയൽസിലേറ്റ ഷോക്കിംഗ് പരാജയം കാരണമാണ് അദ്ദേഹത്തിന് യോഗ്യത ലഭിക്കാതെ പോയത്. 65 കിലോ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയുടെ സെമി ഫൈനലിൽ രോഹിത് കുമാറിനോടേറ്റ ഞെട്ടിക്കുന്ന തോൽവി പൂനെയുടെ ഒളിമ്പിക് മോഹം അവസാനിപ്പിക്കുകയായിരുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ യോഗ്യതാ കടമ്പയിൽ തട്ടി പൂനിയ വീണതോടെ ഗുസ്തിയിലെ ഒരു മെഡലും ഇന്ത്യയിൽ നിന്നും വഴുതി പോയിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ രവി ദാഹിയ. മറ്റൊരു പുരുഷ ഗുസ്തി താരമായ രവി ദാഹിയയും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ സമ്മാനിക്കാൻ ഗോദയിൽ ഇറങ്ങിയേക്കില്ല. പരിക്കുകളെ തോൽപ്പിച്ച് അദ്ദേഹം മത്സര രംഗത്തേക്ക് മടങ്ങിയെത്തിയിരുന്നെങ്കിലും ദേശീയ ട്രയൽസിൽ പൂനെയെപ്പോലെ ദാഹിയയ്ക്കും ചുവട് പിഴയ്ക്കുകയായിരുന്നു. അമിൻ സഹ്റാവത്തിനോട് 13-14 പൊരുതി വീണതോടെയാണ് അദ്ദേഹത്തിന് ഒളിമ്പിക് യോഗ്യതയും നഷ്ടമായത്. അടുത്തത് വനിതാ ഹോക്കി ടീമാണ്. ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീമിനും ഇത്തവണ യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യൻ പെൺപടയ്ക്ക് ഈ തിരിച്ചടി നേരിടേണ്ടി വന്നത്. FIH ഹോക്കി ഒളിമ്പിക് ക്വാളിഫയറിൽ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജപ്പാനോടേറ്റ നേരിയ പരാജയം ഇന്ത്യയുടെ ഒളിമ്പിക്സ് സ്വപ്നം തകർക്കുകയായിരുന്നു. മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കറാണ് ഒളിമ്പിക്സ് നഷ്ടമായ മറ്റൊരാൾ. പരിക്കാണ് യുവതാരത്തിന് തിരിച്ചടിയായി മാറിയത്. കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പിക് യോഗ്യത മാർക്ക് മറികടന്ന ശ്രീശങ്കർ വലിയ പ്രതീക്ഷയിലായിരുന്നു. 8.37 മീറ്റർ ചാടി അദ്ദേഹം ഇന്ത്യക്ക് വെള്ളി സമ്മാനിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഏപ്രിലിൽ കാൽമുട്ടിനേറ്റ പരിക്ക് ശ്രീശങ്കറിന്റെ ഒളിമ്പിക് പ്രതീക്ഷകളെയെല്ലാം തകിടം മറിക്കുകയായിരുന്നു. ഗെയിംസിനായുള്ള പരിശീലനത്തിനിടെയാണ് താരത്തിന് പരിക്കേറ്റത്. ശ്രീകാന്താണ് മറ്റൊരു താരം. ബാഡ്മിന്റണിലെ മിന്നും താരം ശ്രീകാന്തും പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നില്ല. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായതാണ് അദ്ദേഹത്തിന് വിനയായത്. ഇത് ശ്രീകാന്തിന്റെ സിംഗിൾസ് റാങ്കിങ്ങിനെ ബാധിക്കുകയും ഒടുവിൽ ഒളിമ്പിക് യോഗ്യത നഷ്ടമാവുകയുമായിരുന്നു. പഴയ താരങ്ങൾക്ക് പുറമെ പുതിയ ചാമ്പ്യന്മാരുടെ പിറവിക്കായാണ് കാത്തിരിപ്പ്. നിലവിലെ ചാമ്പ്യന്മാരുടെ കണ്ണുനീരും ഒരുപക്ഷെ വീണേക്കാം. പാരീസിന്റെ മണ്ണ് ഒളിമ്പിക്സ് ചരിത്രത്തിലേക്ക് ആരോഗ്യയാകും വാഴ്ത്തുക. തലമുറകൾക്ക് കൈമാറാൻ പുതിയ താരങ്ങളുടെ കഥകൾ പാരീസിൽ ഉടലെടുക്കുമോ? കാത്തിരുന്ന് കാണാം.